2027 സെൻസസിനായി കാസർഗോഡ് ജില്ലയും ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ നടക്കും. വീടുകളിലെത്തിയുള്ള വിവരശേഖരണം ജൂലൈ 1 മുതൽ 30 വരെയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വികസിത് ഭാരത് 2047 അടിസ്ഥാനശിലയായി മാറുന്ന 2027 സെൻസസ് നടപടികൾക്കായി കാസർഗോഡ് ജില്ലയും തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ ആദ്യഘട്ടമായുള്ള സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ നടത്തും. ഭവന നിർണയവും ഭവന സെൻസസും ഉൾപ്പെടുന്ന ആദ്യഘട്ട വിവരശേഖരണം ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിലെ 30 ദിവസങ്ങളിലായി നടക്കും. വീടുകളുടെ അടിസ്ഥാന വിവരങ്ങൾ, സൗകര്യങ്ങൾ, ആസ്തികൾ എന്നിവയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ശേഖരിക്കുക. സെൻസസിന്റെ നിർണായകമായ രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. പൊതുജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ 1948 സെൻസസ് നിയമപ്രകാരം പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. വ്യക്തികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുകയോ നികുതി സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായി ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയോ ഇല്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ se.census.government.in എന്ന പോർട്ടൽ വഴി ജനങ്ങൾക്ക് ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി വിവരങ്ങൾ രേഖപ്പെടുത്തി ലഭിക്കുന്ന SCID വിവരശേഖരണത്തിനായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ അവർക്ക് കൈമാറിയാൽ മതിയാകും. രാജ്യത്തിന്റെ ഭാവി വികസന നയങ്ങൾ രൂപീകരിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും സെൻസസ് വിവരങ്ങളാണ് അടിസ്ഥാനമാകുന്നത്. മികച്ച സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനും കൃത്യമായ ആസൂത്രണത്തിനും ഇത് അത്യാവശ്യമാണ്. വരും വർഷങ്ങളിലെ വികസനം ജനങ്ങൾ നൽകുന്ന ശരിയായ വിവരങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നതിനാൽ ഏവരും ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായും സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.